ഹായ്, വെൽക്കം ടു ന്യൂമറൽ എം ഗണിത്. കൺസ്ട്രക്ഷൻ എന്ന സെക്ഷനിൽ നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് പാരലലോഗ്രാം ആണ്. 7th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചിരുന്നു പാരലലോഗ്രാം എന്താണ് എന്നുള്ളത്. ഒരു പാരലലോഗ്രാമിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഈക്വലുമായിട്ട് വരിക, അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലായിട്ട് വരുന്നതാണ് ഒരു പാരലലോഗ്രാം. ഇതിന് നമുക്ക് 2 ഡയഗണൽസ് വരയ്ക്കാനായിട്ട് സാധിക്കും. ആ 2 ഡയഗണൽസും ബൈസെക്റ്റ് ചെയ്യും എന്ന് മാത്രമല്ല, ഒരേ സൈഡിൽ ഫോം ചെയ്യുന്ന 2 ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ 7th പഠിച്ചതാണ്. അതേപോലെ തന്നെ പാരലലോഗ്രാം കൺസ്ട്രക്റ്റ് ചെയ്യാനും നമ്മൾ 7th പഠിച്ചിരുന്നു. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഡ്രോ എ പാരലലോഗ്രാം with sides 6 cm and 3 cm. Angle between them is 50 degree. അതായത് 6 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും സൈഡ്സായി വരുന്ന ഒരു പാരലലോഗ്രാം വരയ്ക്കണം. ഈ 2 സൈഡ്സിൻ്റെയും ഇടയിലുള്ള മെഷർമെൻ്റ് എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. ഓക്കെ, നമുക്കതിനായിട്ട് വരച്ചു തുടങ്ങാം. ആദ്യമേ 6 സെൻറ്റിമീറ്റർ സൈഡ് വരയ്ക്കാം. 6 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കുന്നു. ദെൻ 3 സെൻറ്റിമീറ്റർ ആണ് അടുത്തതായി വരുന്ന മെഷർമെൻറ്റ്. സോ 3 സെൻറ്റിമീറ്റർ കോമ്പസിലെടുക്കാം. 3 സെൻറ്റിമീറ്റർ ഒരു എൻഡിൽ വെച്ചുകൊണ്ട് മാർക്ക് ചെയ്യുന്നു. ഇനി ഈ 3 സെൻറ്റിമീറ്ററിൻ്റെയും 6 സെൻറ്റിമീറ്ററിൻ്റെയും ഇടയിലുള്ള ആംഗിൾ 50 ഡിഗ്രി ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ പ്രൊട്രാക്ടർ യൂസ് ചെയ്തുകൊണ്ട് 50 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഡിഗ്രി മാർക്ക് ചെയ്തു. ദെൻ പോയിൻറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യാം. ഈ 2 പോയിൻറ്റ്സും കൂടി ജോയിൻ ചെയ്യുന്നു. നമുക്ക് വേണ്ടത് 3 സെൻറ്റിമീറ്ററിൻ്റെ ലൈനാണ്. അതുകൊണ്ട് തന്നെ 3 സെൻറ്റിമീറ്ററിൻ്റെ ആർക്ക് ഇതുവരെയുള്ളൂ. ഇതുവരെ നമ്മൾ ഫോം ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞത് 6 സെൻറ്റിമീറ്റർ സൈഡും 3 സെൻറ്റിമീറ്റർ സൈഡും ആംഗിൾ ബിറ്റ്വീൻ ദം 50 ഡിഗ്രി ആണ്. സോ നമ്മൾ വരച്ചു. ഇപ്പോൾ നമുക്കൊരു ആംഗിളാണ് കിട്ടിയത്. ഇതേ മെഷർമെൻറ്റ് തന്നെ നെക്സ്റ്റ് സൈഡിനും എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു പാരലലോഗ്രാം ആയിരിക്കും. ഇവിടെ 50 ഡിഗ്രി ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് ഫോം ചെയ്യുന്നത് 180 മൈനസ് 50 ആയിരിക്കും. 180 മൈനസ് 50 എന്ന് പറയുന്നത് 130 ആണ്. അതുകൊണ്ട് തന്നെ ഈ എൻഡിൽ നമ്മൾ എടുക്കേണ്ടത് 130 ഡിഗ്രി ആയിരിക്കണം. 130 ഡിഗ്രി ഇവിടെയാണ് നമ്മുടെ ലൈൻ ഉള്ളത്. സോ ഇവിടെ നിന്നുള്ള 0 to 130 ഡിഗ്രി മാർക്ക് ചെയ്യാം. റൈറ്റ് സൈഡിൽ എടുക്കാനായിട്ട് പറ്റില്ല, കാരണം റൈറ്റ് സൈഡിൽ നമ്മുടെ ലൈൻ ഇല്ലാത്തത് കൊണ്ട് ലെഫ്റ്റിലാണ് ലൈൻ ഉള്ളത്. അവിടെ നിന്നുള്ള 0 മുതൽ 130 വരെയുള്ള മെഷർമെൻ്റ് എടുത്തു. ഇനി നമുക്ക് വേണ്ടത് 3 സെൻറ്റിമീറ്റർ സൈഡാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ 3 സെൻറ്റിമീറ്റർ എടുക്കുകയാണ്. രണ്ട് പോയിൻറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യാം. 3 സെൻറ്റിമീറ്റർ വരെ നമുക്ക് ലൈൻ വേണ്ടു. സോ 3 സെൻറ്റിമീറ്റർ വരെ മാർക്ക് ചെയ്തു. ഇനി ഈ 2 പോയിൻറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു പാരലലോഗ്രാം ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞു 6 സെൻറ്റിമീറ്റർ ആണ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലലും ആണ്. സോ ഈ 2 സൈഡ്സ് ഈക്വലും പാരലലും ആയതുകൊണ്ട് ഇവിടെ 6 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. ഈ 2 ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വലും പാരലലും ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ദെൻ ഒരു സൈഡിൽ ഫോം ചെയ്യുന്ന 2 ആംഗിൾസിൻ്റെ സം, അതായത് ഇവിടെ 50 ഡിഗ്രി ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും മേക്ക് ചെയ്യുന്ന ആംഗിൾസിൻ്റെ സം, ഈ 2 ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. സോ 50യോട് 130 ഡിഗ്രി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 180 ഡിഗ്രി കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ 130 ഡിഗ്രി എടുത്തത്. ഓക്കെ,
ഒരു സൈഡിൽ ഫോം ചെയ്യുന്ന രണ്ട് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആണ് എന്നുള്ളതാണ് ഒരു പാരലലോഗ്രാമിൻ്റെ സ്പെഷ്യാലിറ്റി. സോ ഇവിടെ 50 ഡിഗ്രി ആയതുകൊണ്ട് സെക്കൻഡ് സൈഡിൽ, ദാറ്റ് മീൻസ് സെക്കൻഡ് കോർണറിൽ നമ്മൾ 130 ഡിഗ്രി എടുക്കുന്നു. അങ്ങനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത് ഒരു പാരലലോഗ്രാമാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലലുമാണ് എന്ന് കിട്ടി. ഒരു സൈഡിൽ ഫോം ചെയ്ത രണ്ട് ആംഗിൾസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Draw a rhombus of sides 4 cm with one angle 30 degree. അതായത് 4 സൈഡ്സും 4 സെൻറ്റിമീറ്റർ ആക്കി എടുത്തുകൊണ്ട് ഒരു ആംഗിൾ 30 ഡിഗ്രി വരുന്ന ഒരു റോംബസ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഒരു റോംബസ് എന്ന് പറയുന്നത് പാരലലോഗ്രാം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ 4 സൈഡ്സും ഈക്വലുമാണ് റോംബസിൻ്റെ സ്പെഷ്യാലിറ്റി. പാരലലോഗ്രാമിൻ്റെ സ്പെഷ്യാലിറ്റിയിൽ നമ്മൾ പറഞ്ഞു ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലലുമാണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലാണ് എന്നുള്ളത്. അതുതന്നെയാണ് റോംബസിനും റിപ്പീറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ 4 സൈഡ്സും ഈക്വലുമാവും. 2 ഡയഗണൽസ് വരയ്ക്കാം. ആ 2 ഡയഗണൽസും പെർപെൻഡിക്കുലർ ബൈസെക്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഒരേ സൈഡിൽ ഫോം ചെയ്യുന്ന 2 ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഇത്രയും കാര്യങ്ങളാണ് റോംബസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമുക്ക് റോംബസ് വരയ്ക്കാം. സൈഡ്സ് 4 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റോംബസ് ആയതുകൊണ്ട് 4 സൈഡ്സും 4 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. ഒരു ആംഗിൾ 30 ഡിഗ്രിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 4 സെൻറ്റിമീറ്റർ സൈഡ് നമുക്ക് ആദ്യം വരയ്ക്കാം. മെഷർമെൻറ്റ് 4 സെൻറ്റിമീറ്റർ എടുക്കുകയാണ്. ദെൻ 4 സൈഡ്സും 4 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് നമുക്ക് കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ എടുക്കാം. ഓക്കെ, ദെൻ 4 സൈഡ്സും 4 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് ഈ ലൈനിൻ്റെ 2 എൻഡിലുമായിട്ട് നമുക്ക് 4 സെൻറ്റിമീറ്ററിൻ്റെ ആർക്ക് വരയ്ക്കാം. ഇനി പറഞ്ഞു ഇവിടെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ് എന്നുള്ളത്. അതുകൊണ്ട് പ്രൊട്രാക്ടറിൽ 30 ഡിഗ്രി എടുക്കാം. 30 ഡിഗ്രി എടുക്കുന്ന സമയത്ത് നമ്മുടെ ലൈൻ നോക്കണം. റൈറ്റ് സൈഡാണ് ലൈൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിലുള്ള 0 കൺസിഡർ ചെയ്തുകൊണ്ട് 30 ഡിഗ്രി മാർക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ ആർക്ക് നമ്മൾ വരച്ചത് ഇങ്ങനെയാണ്. ഇത് കുറച്ചുകൂടി താഴോട്ട് വരയ്ക്കുക, കാരണം ഇവിടെ ആണല്ലോ നമ്മുടെ പോയിൻ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് പോയിൻ്റ് മാർക്ക് ചെയ്യാം. അതിന് ശേഷം ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ ഇതുവരെ നമ്മുടെ 3 സെൻറ്റിമീറ്റർ ഉള്ളൂ. സോ ഇവിടെ നിന്നുള്ള 3 സെൻറ്റിമീറ്റർ വരെ മാർക്ക് ചെയ്യുന്നു. ഇനി ഈ ആർക്ക് ഓൾറെഡി താഴോട്ട് വന്നതുകൊണ്ട് ഈ ആർക്കും 4 സെൻറ്റിമീറ്റർ കുറച്ച് താഴോട്ട് വരണം. ഓക്കെ, രണ്ടിലും 4 സെൻറ്റിമീറ്റർ എടുത്തുകൊണ്ട് ആർക്ക് വരച്ചു. ദെൻ 30 ഡിഗ്രി മെഷർമെൻറ്റ് നമ്മളിവിടെ പ്രൊട്രാക്ടറിൽ എടുത്തു. അപ്പോൾ ഇവിടെ 30 ഡിഗ്രി ഉണ്ട്. ഇവിടെ 4 സെൻറ്റിമീറ്റർ എടുത്തു. ഇവിടെയും 4 സെൻറ്റിമീറ്റർ എടുത്തു. ക്ലിയർ ആയില്ലേ? ദെൻ ഇവിടെ നമുക്ക് രണ്ടും കൂടി ജോയിൻ ചെയ്ത ഒരു പോയിൻ്റ് കിട്ടിയത് കൊണ്ട് തന്നെ ഇവിടെയും നമുക്ക് കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ എടുക്കാം. നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടിയത് ഒരു റോംബസ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഒന്നുകൂടി പറയാം. ആദ്യം 4 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ വരച്ചു. റോംബസ് ആണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ റോംബസിൻ്റെ 4 സൈഡ്സും ഈക്വലാണ്. ഇവിടെ 4 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് 4 സൈഡ്സും 4 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. ഇനി കോമ്പസിൽ ഈ 2 സൈഡ്സ് 4 സെൻറ്റിമീറ്ററും ആർക്ക് വരച്ചു. ഓക്കെ, ഒരു ആംഗിൾ 30 ഡിഗ്രി എന്ന് തന്നതുകൊണ്ട് പ്രൊട്രാക്ടറിൽ 30 ഡിഗ്രി മാർക്ക് ചെയ്തു. ഓക്കെ, ദെൻ 30 ഡിഗ്രി മാർക്ക് ചെയ്തതിന് ശേഷം ഈ വരുന്ന പോയിൻറ്റും ആർക്കും കൂടി വരുന്ന ഇതിനെ നമ്മൾ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് 3 പോയിൻറ്റ്സ് ആണ് ഇവിടെ കിട്ടിയത്. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ. ഈ തേർഡ് പോയിൻ്റ് വെച്ചുകൊണ്ട് 4th പോയിൻ്റ് മേക്ക് ചെയ്യാം. ഇവിടെ നിന്നും വരുന്നത് കൊണ്ട് രണ്ടും കൂടി ജോയിൻ ചെയ്യുമ്പോൾ 4th പോയിൻ്റ് കിട്ടും. ഈ 4 പോയിൻറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 സെൻറ്റിമീറ്റർ സൈഡിലുള്ള ഒരു
റോംബസ് ആണ്. 4 സൈഡ്സും 4 സെൻറ്റിമീറ്റർ വരുന്ന ഒരു റോംബസ് ആണ് നമുക്കിവിടെ കിട്ടിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രോ എ റോംബസ് ഓഫ് ഡയഗണൽസ് 6 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 4 സെൻറ്റിമീറ്റേഴ്സ്. നമ്മൾ പറഞ്ഞു ഒരു റോംബസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 4 സൈഡ്സും ഈക്വലും അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലുമാണ്, ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വലാണ്. 2 ഡയഗണൽസ് വരയ്ക്കാം. ആ 2 ഡയഗണൽസും പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്റ്റ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ഡയഗണൽസ് ആണ് തന്നിരിക്കുന്നത് 6 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും. ഡയഗണൽസിൻ്റെ പ്രത്യേകത എന്താണ്? റോംബസിൻ്റെ 2 ഡയഗണൽസ് വരയ്ക്കാം. ആ 2 ഡയഗണൽസും പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ആ മീറ്റിംഗ് പോയിന്റിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾസ് 90 ഡിഗ്രിയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡയഗണൽ 6 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ആദ്യം 6 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ വരയ്ക്കാം. ദെൻ 6 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ വരയ്ക്കുന്നു. 2 ഡയഗണൽസും പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം ഇവിടെ നമ്മളൊരു ബൈസെക്ടർ വരയ്ക്കുകയാണെങ്കിൽ ആ ബൈസെക്ടർ ആയിരിക്കും രണ്ടാമത് വരുന്ന ഡയഗണൽ. ഓക്കെ, അപ്പോൾ പകുതിയിൽ കൂടുതൽ മെഷർമെൻ്റ് എടുത്തുകൊണ്ട് ആർക്ക് വരയ്ക്കാം. ആർക്ക് വരച്ചു, രണ്ടും കൂടി ജോയിൻ ചെയ്യാം. ഇവിടെ നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ ഡയഗണൽ എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് സെൻറ്ററിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ മാത്രമേ വേണ്ടൂ. ദാറ്റ് മീൻസ് ടോട്ടൽ ലെങ്ത്ത് 4 സെൻറ്റിമീറ്ററേ വേണ്ടൂ. അപ്പോൾ ടോപ്പിൽ ദാറ്റ് മീൻസ് മുകളിലോട്ടായിട്ട് 2 സെൻറ്റിമീറ്ററും താഴോട്ടായിട്ട് 2 സെൻറ്റിമീറ്ററുമാണ് നമുക്ക് വേണ്ടത്. 4ൽ നിന്ന് 2ഉം 4ൽ നിന്ന് 6ഉം, അതായത് ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് വേണ്ടത്. 4 സെൻറ്റിമീറ്ററിനെ 2 പോർഷൻസായി കട്ട് ചെയ്യുന്നു. സോ 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ആയിട്ട് കട്ട് ചെയ്തു. 6 സെൻറ്റിമീറ്ററാണ് ബൈസെക്ടർ വരച്ച സമയത്ത് എന്താ സംഭവിച്ചത്? 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ആയിട്ട് കട്ട് ചെയ്യപ്പെട്ടു. സോ 4 സെൻറ്റിമീറ്ററിനും അതേപോലെ 2 പോർഷൻസായി കട്ട് ചെയ്ത് പോകും. 2 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്ററും. അങ്ങനെയാണ് നമുക്ക് 2 പോയിൻറ്റ്സ് കിട്ടിയത്. ഇപ്പോൾ 6 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ വരച്ചു, അത് 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ആയിട്ട് കട്ട് ചെയ്തു. ദെൻ 4 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ വരയ്ക്കുമ്പോഴും 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ആയിട്ട് കട്ട് ചെയ്തു പോകും. അതായത് റോംബസിൽ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്റ്റ് ചെയ്തു പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് 4 പോയിൻറ്റ്സ് കിട്ടി. ഈ 4 പോയിൻറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യാം. നാല് പോയിൻറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു റോംബസ് ആണ്. എന്തുകൊണ്ടാണ് ഇതിനെ നമ്മൾ റോംബസ് എന്ന് വിളിച്ചത്? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണോ എന്ന് നോക്കണം. 2 സൈഡ്സും ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണ്, കണ്ടില്ലേ? ഈക്വൽ ലെങ്ത് ആണുള്ളത്. ദെൻ മറ്റ് 2 സൈഡ്സ് എന്ന് പറയുന്നതും ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ തന്നെയാണ്. ഇനി പറഞ്ഞത് ഓപ്പോസിറ്റ് സൈഡ്സും അതേപോലെ തന്നെ മറ്റ് എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കണം. ഇവിടെ 3.5 വരുന്നുണ്ട്, ഇവിടെയും 3.5 തന്നെയാണ് കിട്ടുന്നത്. ദെൻ ഇവിടെയും 3.5 തന്നെയാണ് കിട്ടുന്നത്. ദെൻ 4th വൺ എടുക്കുമ്പോഴും 3.5 തന്നെയാണ് കിട്ടുന്നത്. അതായത് 4 സൈഡ്സും 3.5 സെൻറ്റിമീറ്ററും ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലുമാണ്. അതിനർത്ഥം എന്താ? ഇപ്പം നമ്മൾ മേക്ക് ചെയ്ത എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു റോംബസ് ആണ്. ആ റോംബസിൻ്റെ 2 ഡയഗണൽസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഡയഗണൽ ആദ്യം വരയ്ക്കുക, അതിന് ബൈസെക്ടർ വരയ്ക്കുക. ഡയഗണൽസ് വരയ്ക്കുന്ന സമയത്ത് ലൈൻ ബൈസെക്റ്റ് ചെയ്യപ്പെടുന്നു, ദാറ്റ് മീൻസ് ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു എന്നുള്ള അർത്ഥം. സോ 6 സെൻറ്റിമീറ്റർ ആണ് വരയ്ക്കേണ്ടതെങ്കിൽ 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ആയി കട്ട് ചെയ്ത് പോകും. 4 സെൻറ്റിമീറ്റർ ആണ് വരയ്ക്കുന്നതെങ്കിൽ 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ആയി കട്ട് ചെയ്ത് പോകും. എന്നിട്ട് 4 പോയിൻറ്റ്സും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു റോംബസ് ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ എ പാരലലോഗ്രാം ഓഫ് സൈഡ്സ് 5 cm, 3 cm ആൻഡ് 1 ഡയഗണൽ 7 cm. അതായത് ഒരു പാരലലോഗ്രാമിൻ്റെ രണ്ട് സൈഡ്സ് എന്ന് പറയുന്നത് 5 cm 3 cm ആണ്. ഒരു ഡയഗണൽ എന്ന് പറയുന്നത് 7 cm ആണ് എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഒരു പാരലലോഗ്രാം ആണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലലുമാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. രണ്ട് ഡയഗണൽസ് വരയ്ക്കാം. ആ രണ്ട് ഡയഗണൽസും ബൈസെക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, ഇവിടെ പാരലലോഗ്രാമിൻ്റെ രണ്ട് സൈഡ്സ് 5ഉം 3ഉം ആണ് എന്നുള്ളതിനർത്ഥം 5ൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന സൈഡ് 5 ആണ്, 3യുടെ ഓപ്പോസിറ്റായിട്ട് വരുന്ന സൈഡ് 3 ആണ്. രണ്ട് ഡയഗണൽസിൽ ഒരു ഡയഗണൽ ലെങ്ത് 7 cm ആണ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പാരലലോഗ്രാം വരയ്ക്കാം. അതിനായിട്ട് ഒരു സൈഡ് 5 cm ആണ് എന്ന് പറഞ്ഞുകൊണ്ട് 5 cm ലൈൻ ആദ്യം വരയ്ക്കാം. ഫൈവ് സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ വരയ്ക്കുന്നു. ഇനി പറഞ്ഞിരിക്കുന്നത് 3 cm ആണ് സെക്കൻഡ് സൈഡ് എന്നുള്ളതാണ്. സോ 3 cm ലൈന് കോമ്പസിലെടുക്കാം. വരയ്ക്കാനായിട്ട് 3 cm എടുക്കുന്നു. ദെൻ 3 cm ആർക്ക് വരയ്ക്കാം. ഓക്കെ, ദെൻ ഡയഗണൽ 7 cm ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 7 cm കോമ്പസിലെടുക്കുന്നു. ഓക്കെ, നമുക്കറിയാം ഓപ്പോസിറ്റ് കോർണേഴ്സിനെ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ലൈനാണ് ഡയഗണൽ എന്നുള്ളത്. അപ്പോൾ ഇവിടെയുമായിട്ട് രണ്ട് പോയിൻറ്റ്സ്, ദാറ്റ് മീൻസ് കോർണേഴ്സ് ഉണ്ടെങ്കിൽ ആ രണ്ട് കോർണേഴ്സിനെ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്നതാണ് ഡയഗണൽ അല്ലേ. അപ്പോൾ തന്നിരിക്കുന്ന ഡയഗണൽ ലെങ്ത്ത് 7 cm ആക്കി എടുത്തുകൊണ്ട് നമുക്കൊരു ആർക്ക് വരയ്ക്കാം. 7 cm ആർക്കും 3 cm ആർക്കും തമ്മിൽ മീറ്റ് ചെയ്ത പോയിൻ്റാണിത്. ഈ പോയിൻറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യാം. ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ വരച്ച ഈ ഡയഗണൽ ലെങ്ത്ത് 7 cm ആണ്. സോ 7 cm എന്ന് മാർക്ക് ചെയ്യുന്നു. ഇനി ഈ പോയിൻറ്റും ഈ പോയിൻറ്റും കൂടി ജോയിൻ ചെയ്യാം. അതായത് പാരലലോഗ്രാമിൻ്റെ സെക്കൻഡ് സൈഡ് എന്ന് പറയുന്നത് 3 cm ആണ് എന്ന് തന്നിട്ടുണ്ട്. അതായത് ഈ ലെങ്ത്ത് 3 cm ആണ് എന്നും ഫസ്റ്റ് സൈഡ് 5 cm ആണെന്ന് തന്നു. ഇവിടെ തന്നിരിക്കുന്ന മെഷർമെൻറ്റ്സ് പാരലലോഗ്രാമിൻ്റെ രണ്ട് സൈഡ്സ് 5 cm 3 cm ആണ്. സോ ഫസ്റ്റ് സൈഡ് 5 cm എന്നും സെക്കൻഡ് സൈഡ് 3 cm ആണ് എന്ന് എടുത്തു. ഇനി പറഞ്ഞിരിക്കുന്നത് പാരലലോഗ്രാമിൻ്റെ ഡയഗണൽ 7 cm ആണ്. സോ ഡയഗണൽ 7 cm ആക്കി എടുത്തുകൊണ്ട് നമ്മൾ വരച്ചു. ഇപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ആണ് കിട്ടിയത്. ഈ ട്രയാങ്കിൾ തന്നെ ലെഫ്റ്റിലും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു പാരലലോഗ്രാം ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ എന്നുള്ള കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് വരയ്ക്കാം. ഇവിടെ 5 cm ആണ് എങ്കിൽ 5 cm ഓപ്പോസിറ്റായിട്ട് വരുന്ന സൈഡും 5 cm ആയിരിക്കും. സോ ഇവിടെ 5 cm ആണ്. അപ്പോൾ 5 cm ഓപ്പോസിറ്റും 5 cm ആക്കിയെടുത്തു. ദെൻ 3 cm റൈറ്റ് സൈഡിലുണ്ട്. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. സോ 3 cm ഓപ്പോസിറ്റായിട്ട് വരുന്നത് 3 cm ആണ്. സോ നമുക്കിവിടെ 3 cm വരയ്ക്കാം. രണ്ടും കൂടി ജോയിൻ ചെയ്ത പോയിൻ്റ് 4th വെർട്ടെക്സ് ആക്കി എടുക്കുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു പാരലലോഗ്രാം ആണ്. ഓക്കെ, പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. സോ 5 cm ഓപ്പോസിറ്റായിട്ട് വരുന്ന സൈഡ് 5 cm 3 cm ഓപ്പോസിറ്റായിട്ട് വരുന്ന സൈഡ് 3 cm ആണ്. ഈ വരച്ച ആർക്കിനെ ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്താൽ മീറ്റിംഗ് പോയിൻ്റ് ക്ലിയർ ആവും. ഓക്കെ, ഇങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പാരലലോഗ്രാം 5 cm 3 cm സൈഡ്സും ഒരു ഡയഗണൽ 7 cm ആക്കി എടുത്തുകൊണ്ട് വരയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ,
Draw a parallelogram of one side 5 centimeters and diagonal 6 centimeters and 8 centimeters. അതായത് ഒരു സൈഡ് 5 സെൻറ്റിമീറ്ററും ഡയഗണൽസ് 6 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററും ആക്കി എടുത്തുകൊണ്ട് ഒരു പാരലലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലലുമാണ്. രണ്ട് ഡയഗണൽസ് വരയ്ക്കാനായിട്ട് സാധിക്കും. ആ രണ്ട് ഡയഗണൽസും ബൈസെക്റ്റ് ചെയ്യപ്പെടും എന്നുള്ളത്. സോ പാരലലോഗ്രാമിൻ്റെ ഒരു സൈഡ് 5 സെൻറ്റിമീറ്ററും രണ്ട് ഡയഗണൽസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററും ആക്കി തന്നതുകൊണ്ട് നമുക്ക് ആദ്യം 5 സെൻറ്റിമീറ്ററിൻ്റെ സൈഡ് വരയ്ക്കാം. ഫൈവ് സെൻറ്റിമീറ്ററിൻ്റെ സൈഡ് വരയ്ക്കുന്നു. ദെൻ ഡയഗണൽസ് 6 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററും ആണ് എന്നാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം പാരലലോഗ്രാമിൽ ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യപ്പെടും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ 6 സെൻറ്റിമീറ്റർ ലൈനിന് ഒരു ബൈസെക്ടർ വരയ്ക്കുമ്പോൾ 3 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററുള്ള രണ്ട് ലൈൻസായി കട്ട് ചെയ്യപ്പെടും. അതേപോലെ തന്നെ 8 സെൻറ്റിമീറ്റർ ലൈനിന് ബൈസെക്ടർ വരയ്ക്കുമ്പോൾ 4 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററുമായി കട്ട് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ രണ്ട് ഡയഗണൽസും കൂടി ബൈസെക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ പോർഷൻ 6 സെൻറ്റിമീറ്ററിൻ്റെ ഹാഫ്, ദാറ്റ് മീൻസ് 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതേപോലെ തന്നെ 8 സെൻറ്റിമീറ്ററിൻ്റെ ഹാഫ് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് 3 സെൻറ്റിമീറ്റർ ഒരു സൈഡിലെടുത്തുകൊണ്ട് വരയ്ക്കാം. അതേപോലെ തന്നെ 8 സെൻറ്റിമീറ്ററിൻ്റെ ഹാഫ് 4 സെൻറ്റിമീറ്റർ മറ്റു സൈഡിലും ആക്കി എടുത്തുകൊണ്ട് വരയ്ക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് 3 സെൻറ്റിമീറ്റർ കോമ്പസിലെടുക്കാം. ത്രീ സെൻറ്റിമീറ്ററിൻ്റെ ആർക്ക് വരയ്ക്കുന്നു. ദെൻ 4 സെൻറ്റിമീറ്റർ കോമ്പസിലെടുക്കാം. 4 സെൻറ്റിമീറ്ററിൻ്റെ ആർക്ക് വരയ്ക്കുന്നു. ഇപ്പോൾ നമുക്ക് ഒരു പോയിൻ്റ് കിട്ടി, രണ്ടും കൂടി മീറ്റ് ചെയ്ത പോയിൻ്റ് കിട്ടി. അവിടേക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ ഏതാ? ട്രയാങ്കിളാണ് അല്ലേ. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്, ഒരു സൈഡ് 5 സെൻറ്റിമീറ്റർ ആണ്, മറ്റേ സൈഡ് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. അതായത് നമ്മളൊരു പാരലലോഗ്രാം ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ പാരലലോഗ്രാമിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. സോ ഇവിടെ 5 സെൻറ്റിമീറ്റർ വരും. ഓപ്പോസിറ്റ് സൈഡ്സിനെ തമ്മിൽ, ഓപ്പോസിറ്റ് കോർണേഴ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഡയഗണൽ കിട്ടും. അപ്പോൾ ആദ്യത്തെ ഡയഗണൽ എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്, രണ്ടാമത്തെ ഡയഗണൽ എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനർത്ഥം ഇവിടം മുതൽ ഇവിടം വരെയുള്ള ലെങ്ത്ത് 4 സെൻറ്റിമീറ്ററും ഇവിടം മുതൽ ഇവിടം വരെയുള്ള ലെങ്ത്ത് 3 സെൻറ്റിമീറ്ററുമാണ്. അതാണ് ഇപ്പോൾ നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ഇവിടെ 3 സെൻറ്റിമീറ്ററും ഇവിടെ 4 സെൻറ്റിമീറ്ററും ഇവിടെ 5 സെൻറ്റിമീറ്ററും ആക്കി എടുത്തുകൊണ്ട് ട്രയാങ്കിൾ വരച്ചു. ഇനി ഇതേപോലുള്ള ട്രയാങ്കിൾസ് ആയിരിക്കില്ലേ ടോപ്പിലും ലെഫ്റ്റിലും റൈറ്റിലും വരേണ്ടത് അല്ലേ. അതുകൊണ്ട് തന്നെ 3 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ വരയ്ക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ 3 സെൻറ്റിമീറ്റർ തന്നെ ഇവിടെയും റിപ്പീറ്റ് ചെയ്യപ്പെടും. 4 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു എന്നുള്ളത് കൊണ്ട് 4 സെൻറ്റിമീറ്റർ തന്നെ ഇവിടെയും റിപ്പീറ്റ് ചെയ്തു പോകും. അതിനായിട്ട് ഈ 3 സെൻറ്റിമീറ്ററിൻ്റെ ലൈനിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. 4 സെൻറ്റിമീറ്റർ ലൈനിനെയും എക്സ്റ്റെൻഡ് ചെയ്യാം. നമ്മൾ പറഞ്ഞു 4 സെൻറ്റിമീറ്ററിൻ്റെ സൈഡ് തന്നെയാണ് ഇവിടെ, ലെങ്ത്ത് തന്നെയാണ് ഇവിടെ എഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണ് എന്നുള്ളതിനർത്ഥം ഇവിടെയും 4 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും, ശരിയല്ലേ. ഇനി ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ 3 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഇവിടേക്ക് റിപ്പീറ്റ് ചെയ്യുന്നതും 3 സെൻറ്റിമീറ്റർ തന്നെയാണ്, ശരിയല്ലേ. ഇപ്പോൾ നമുക്ക് 2 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഈ 2 പോയിൻറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യാം.
നമ്മൾ പറഞ്ഞു ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഈക്വലും ആയിരിക്കണം ഒരു പാരലലോഗ്രാമിൽ എന്നുള്ളത്. സോ നമുക്ക് നോക്കാം പാരലൽ ആണോ എന്നുള്ളത്. യെസ്, പാരലലാണ്. ദെൻ ഈക്വൽ ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് 5 ആയതുകൊണ്ട് ഇവിടെയും 5 തന്നെ ആയിരിക്കണം. യെസ്, 5 സെൻറ്റിമീറ്റർ ലൈൻ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഈക്വലുമാണ് എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ 2 പോയിൻറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യണം. ഇവിടെയുള്ള 2 പോയിൻറ്റ്സിനെയും ജോയിൻ ചെയ്യണം. ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കണം എന്ന് പറഞ്ഞു. ഇടയിലുള്ള ഡിസ്റ്റൻസ് ഈക്വലാണ്, പാരലലാണ്. ദെൻ മെഷർമെൻറ്റ് 5 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെയും മെഷർമെൻറ്റ് നമുക്ക് കിട്ടുന്നത് 5 സെൻറ്റിമീറ്റർ തന്നെയാണ്. അതിനർത്ഥം ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഈക്വലും ആണ് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു പാരലലോഗ്രാം വരയ്ക്കാനായിട്ട് 2 ഡയഗണൽസ് 6 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററും തന്നുകൊണ്ട് ഒരു സൈഡ് 5 സെൻറ്റിമീറ്റർ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം റഫ് ഫിഗർ വരയ്ക്കാം. 5 സെൻറ്റിമീറ്ററിൻ്റെ സൈഡ് വരയ്ക്കുന്നു, 6 സെൻറ്റിമീറ്റർ ഡയഗണൽ വരയ്ക്കാം, 8 സെൻറ്റിമീറ്റർ ഡയഗണൽ വരയ്ക്കാം. ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനർത്ഥം 6 സെൻറ്റിമീറ്റർ 2 ഈക്വൽ പോർഷൻസ് ആയി കട്ട് ചെയ്തു പോകും. ദാറ്റ് മീൻസ് 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്ററായി കട്ട് ചെയ്തു പോകും. അതേപോലെ തന്നെ 8 സെൻറ്റിമീറ്ററും 2 ഈക്വൽ പോർഷൻസ് ആയി കട്ട് ചെയ്തു പോകും. 4 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കുന്നത് ഒരു ട്രയാങ്കിൾ ആണ്. 5 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. ദെൻ ഡയഗണൽസ് വരയ്ക്കാനായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ 4 സെൻറ്റിമീറ്ററിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, 3 സെൻറ്റിമീറ്ററും എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ദെൻ 3 സെൻറ്റിമീറ്റർ തന്നെ കോമ്പസിൽ എടുത്തുകൊണ്ട് കട്ട് ചെയ്യാം, 4 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുത്തുകൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3rd-ഉം 4th-ഉമായിട്ടുള്ള 2 പോയിൻറ്റ്സ് ആണ്. ആ 2 പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യുന്നു. ദെൻ മറ്റ് 2 പോയിൻറ്റ്സിനെയും ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഒരു പാരലലോഗ്രാമാണ്. ക്ലിയർ ആയില്ലേ? ഓക്കെ, താങ്ക് യു.